All of you welcome to question number 18. The relations and functions നമ്മൾ നിരവധിയായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡൊമൈൻ റേഞ്ച് ആ കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റേഞ്ച് അല്ല ചോദിച്ചത്, ഡൊമൈൻ ആണ്. വിച്ച് ഫംഗ്ഷൻ ലോഗ് ഓഫ് 2x plus 3 divided by 4x square plus x minus 3. വളരെ ഈസിയാണ് ഐഡിയ. ലോഗിന്റെ ആർഗ്യുമെന്റ്, ലോഗിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പോസിറ്റീവ് ആവണം. സീറോ നെഗറ്റീവ് വാല്യൂസിനൊന്നും ലോഗ് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ലോഗിന്റെ ഉള്ളിലുള്ള ഈ മൊത്തം ബ്രാക്കറ്റ് പോസിറ്റീവ് ആവണം. അപ്പോൾ ന്യൂമറേറ്ററിൽ 2x plus 3 അങ്ങനെ തന്നെ വെക്കുക. താഴെ പറ്റുമെങ്കിൽ ഇതൊന്ന് ഫാക്ടറൈസ് ചെയ്ത് വേവി കർവ് മെത്തേഡിൽ അവിടെ ഒരു സൊല്യൂഷൻ പറഞ്ഞു വെക്കുക. പിന്നെ ഒരു കോസ് ഇൻവേഴ്സ് കാണാം. കോസ് ഇൻവേഴ്സിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന വാല്യൂ നെഗറ്റീവ് ആവരുത് എന്നല്ല നമ്മൾ പറയേണ്ടത്. ദാറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ -1 and 1. -1-നും 1-നും ഇടയിലാവണം. -1-നും 1-നും ഇടയിലുള്ള വാല്യൂ മാത്രമേ കോസ് ഇൻവേഴ്സിനും സൈൻ ഇൻവേഴ്സിനും ഒക്കെ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ രണ്ട് ഇനീക്വാലിറ്റീസ് വരും. എന്നിട്ട് അവസാനം ഈ മൂന്നെണ്ണത്തിന്റെയും കൂടി ഇന്റർസെക്ഷൻസ് എടുക്കുക. വാട്ട് എവർ വി ആർ ഗെറ്റിംഗ് അത് ഓപ്പൺ ഇന്റർവൽ ആൽഫ ടു ക്ലോസ്ഡ് ഇന്റർവൽ ബീറ്റ ആണെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് കിട്ടുന്ന ഡൊമൈനിന്റെ ലോവർ വാല്യൂ എത്രയാണോ അത് നമ്മൾ ആൽഫ ആയിട്ടും അപ്പർ വാല്യൂ ബീറ്റ ആയിട്ടും ചൂസ് ചെയ്യുക. അവസാനം ചോദിക്കുന്നത് 5 ബീറ്റ മൈനസ് 4 ആൽഫയാണ്. അതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്കറിയാലോ. ആൽഫയും ബീറ്റയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 5 ബീറ്റ പ്ലസ് 4 ആൽഫയോ 4 ആൽഫ മൈനസ് 5 ബീറ്റയോ വാട്ട് എവർ എന്ത് ചോദിച്ചാലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. തുടങ്ങാം. ആദ്യം നമുക്ക് ലോഗ് ഫംഗ്ഷനിൽ ഫോക്കസ് ചെയ്യാം. അയാളുടെ ആർഗ്യുമെന്റ് 2x plus 3 divided by 4x square plus x minus 3 greater than 0. This is the condition of domain. അഥവാ 2x plus 3. 2x plus 3 ലീനിയർ പോളിനോമിയൽ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് റൂട്ട് -3/2 ആണ്. അതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. താഴെ ഫാക്ടറൈസ് ചെയ്യാം. യു ക്യാൻ സജസ്റ്റ് ടു നമ്പേഴ്സ് ദെയർ സം ഈസ് 1 ആൻഡ് പ്രോഡക്റ്റ് ഈസ് -12. കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് അത് 4ഉം -3 തന്നെയാണ്. സോ ദിസ് ഇസ് 4x സ്ക്വയർ പ്ലസ് എക്സിന് പകരം 4x minus 3x minus 3 greater than 0. അഥവാ 2x plus 3 divided by ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ ഫാക്ടർ എടുത്താൽ 4x into x plus 1 minus 3 into x plus 1 greater than 0. Now we can take out x plus 1 as a common factor. So this is 2x plus 3 divided by x plus 1 into 4x minus 3 greater than 0. ഇപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും റൂട്ട് കിട്ടും. നമുക്ക് ഇവിടെ വരച്ച് വെക്കാം. 2x plus 3ന്റെ റൂട്ട് വരുന്നത് -3/2 ആണ്. x plus 1ന്റെ റൂട്ട് വരുന്നത് -1. -3/2 വലുതാണല്ലോ, അതുകൊണ്ട് അവിടെ മാർക്ക് ചെയ്തു. 4x minus 3ന്റെ റൂട്ട് വരുന്നത് 4x minus 3 എന്നല്ലേ? അതെ, x plus 1 into 4x minus 3. യെസ്, അയാളുടെ റൂട്ട് വരുന്നത് 3/4 ആണ്. ഈ അറ്റത്ത് എന്തായാലും പോസിറ്റീവ് ആവും. ഇവിടെ നെഗറ്റീവ്, ഇവിടെ വീണ്ടും പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. നമുക്ക് വേണ്ടത് ഗ്രേറ്റർ ദാൻ 0 അഥവാ പോസിറ്റീവ് റീജിയൻ ആണ്. സോ x ബിലോങ്സ് ടു -3/2 ടു -1 യൂണിയൻ 3/4 ടു ഇൻഫിനിറ്റി. ഇതിപ്പോൾ ഡൊമൈൻ ആയിട്ടില്ല. ഇനി കോസ് ഇൻവേഴ്സും കൂടെ കൺസിഡർ ചെയ്യണം. ഇത് ലോഗിന്റെ ആ ഭാഗത്തുള്ള ഡൊമൈൻ ആണ്. രണ്ട് ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഫംഗ്ഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഡൊമൈൻ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ മൾട്ടിപ്പിൾ സെഗ്മെന്റ് ഉണ്ടെങ്കിൽ ആ എല്ലാ സെഗ്മെന്റിലും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഓരോ ഫംഗ്ഷന്റെയും ഡൊമൈനുകളുടെ ഇന്റർസെക്ഷൻ ആണ് ഓവറോൾ ഡൊമൈൻ ആയിട്ട് വരിക. ഇത് ഫോർമുലയായിട്ട് കുട്ടികൾ പഠിക്കാറുണ്ട്. ഡൊമൈൻ ഓഫ് f plus g is equal to ഡൊമൈൻ ഓഫ് f ഇന്റർസെക്ഷൻ ഡൊമൈൻ ഓഫ് g. അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി അതൊരു കോമൺ സെൻസ് ആണല്ലോ. കാരണം കൊടുക്കുന്ന വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരിടത്ത് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, എല്ലായിടത്തും സാറ്റിസ്ഫൈ ചെയ്യണം. എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എല്ലാവരുടെയും ഡൊമൈനുകളുടെ ഇന്റർസെക്ഷൻ കോമൺ പാർട്ടാണ് എന്നൊക്കെ നമ്മൾ ഒന്ന് ബോധ്യപ്പെടുകയാണ് വേണ്ടത്. കൺവിൻസ്ഡ് ആവണം അതിനകത്ത്. യെസ്, അപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സ് പാർട്ടിലേക്ക് പോകാം. സോ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവിടെയുള്ള ഫംഗ്ഷൻ 2x minus 1 ഡിവൈഡഡ് ബൈ x plus 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിനെ രണ്ട് ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യാം. 1 അങ്ങോട്ടേക്ക് മാറ്റിയാൽ 3x plus 2 -1 അങ്ങോട്ടേക്ക് മാറ്റി +1 ആവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 3x plus 1 ഡിവൈഡഡ് ബൈ x plus 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 1 അങ്ങോട്ടേക്ക് എടുത്താൽ x minus 3 ഡിവൈഡഡ് ബൈ x plus 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് രണ്ടും സോൾവ് ചെയ്യാം. ഇവിടെ വേവി കർവിൽ സോൾവ് ചെയ്താൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഔട്ട്സൈഡ് ദ റൂട്ട്സ് ആണ്. അപ്പോൾ -2ന്റെ താഴെ അല്ലെങ്കിൽ -2/3ന്റെ മുകളിൽ. സോ -∞ ടു -2 ഓപ്പൺ യൂണിയൻ ക്ലോസ്ഡ് ഇന്റർവൽ. ന്യൂമറേറ്റർ ആണ് ക്ലോസ് ചെയ്യുന്നത്. -2/3 ടു ഇൻഫിനിറ്റി ആൻഡ് ഇവിടെ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആണ് എടുക്കേണ്ടത്. -2 മുതൽ 3 വരെ. സോ ഓപ്പൺ -2 ടു ക്ലോസ്ഡ് 3. ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ എടുക്കാൻ പോയാൽ -2ന്റെ താഴെയുള്ള റീജിയൻ മൊത്തത്തിൽ ഒഴിവാക്കാം. -2 മുതൽ തുടങ്ങിയിട്ട് കാര്യമില്ല. ഇയാൾ -2/3 മുതലേ തുടങ്ങുന്നുള്ളൂ. സോ ക്ലോസ്ഡ് ഇന്റർവൽ -2/3. ഇയാൾ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്, പക്ഷേ ഇയാൾ 3ൽ നിർത്തുന്നു. അപ്പോൾ നമ്മളും 3ൽ നിർത്തണം. സോ ക്ലോസ്ഡ് ഇന്റർവൽ -2/3 ടു 3 ആണ് അവിടെ കിട്ടുന്നത്. ആദ്യം ഒരു ഡൊമൈൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് -3/2 ടു -1. യെസ്, അപ്പോൾ നമുക്കിവിടെ 3/4 ടു ഇൻഫിനിറ്റി. യെസ്,
-3/2 -1 കംപ്ലീറ്റ് ആയിട്ടും ഡ്രോപ്പ് ചെയ്യണം. കാരണം ഇയാൾ തുടങ്ങുന്നത് -2/3 നിന്നാണ്. പിന്നെ ഇയാൾ 3/4 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ഓവറോൾ ഡൊമൈൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഓപ്പൺ 3/4. ഇയാൾ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. പക്ഷെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ 3 നിർത്തേണ്ടി വരും. ദിസ് ഇസ് ദ ഡൊമൈൻ. ഓപ്പൺ ഇന്റർവെൽ 3/4 ടു ക്ലോസ്ഡ് ഇന്റർവെൽ 3. ഇതിനെയാണ് ക്വസ്റ്റ്യൻ ഓപ്പൺ ആൽഫ ടു ക്ലോസ്ഡ് ബീറ്റ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു 3/4, ബീറ്റ ഈസ് ഈക്വൽ ടു 3. ഇനി എന്തായിരുന്നു അവസാനം ചോദ്യം? 5 ബീറ്റ മൈനസ് 4 ആൽഫ. നമുക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് 5 ബീറ്റ? ബീറ്റ 3 ആണ്. സോ 5 ബീറ്റ ഈസ് 15. ആൽഫ 3/4 ആണ്. അപ്പോൾ 4 ആൽഫ 3 തന്നെ ആവും. ആൻഡ് 15 മൈനസ് 3 ഈസ് ഈക്വൽ ടു 12 കുഡ് ബി ദ ഫൈനൽ ആൻസർ. ഒരു പക്ക ഡൊമൈൻ പ്രോബ്ലം ആണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ് 4 ഡിഫറെന്റ് ടൈപ്പ് ഡൊമൈനിൽ ഓപ്ഷനിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ക്വസ്റ്റിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറി. ഡൊമൈൻ ഓപ്പൺ ആൽഫ ടു ക്ലോസ്ഡ് ബീറ്റ ആണ്. അപ്പോൾ അന്ന് ആൽഫ ബീറ്റ എടുത്തിട്ട് 5 ബീറ്റ മൈനസ് 4 ആൽഫ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. എനിവേ 12 എന്ന് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ നമ്പർ 2 കാണാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 5 ബീറ്റ മൈനസ് 4 ആൽഫ എന്നും കണ്ട് നമ്മൾ പാനിക് ആവരുത്. അല്ലെങ്കിൽ കിട്ടിയ ഡൊമൈന് ഓപ്പൺ ആൽഫ ടു ക്ലോസ്ഡ് ബീറ്റ ആണെന്നൊന്നും പറയുന്നതുകൊണ്ട് നമ്മൾ പേടിക്കരുത്. സാധാരണ എങ്ങനെയാണ് ഒരു ഡൊമൈൻ കണ്ടുപിടിക്കുക അതുപോലെ കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന വാല്യൂവിൽ നിന്ന് അവസാനം പിന്നീട് ആൽഫയും ബീറ്റയൊക്കെ എടുത്താൽ മതി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 18.